ഹലോ ഗെയ്സ്, അപ്പോൾ നമുക്കിന്ന് വാട്ടർ ലില്ലിയുടെ ട്യൂബർ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇത് മൊത്തം വാട്ടർ ലില്ലിയുടെ ട്യൂബേഴ്സാണ്. ഇത് നമ്മൾ ഇതുപോലെ ട്യൂബേഴ്സ് കിട്ടുമ്പോഴത്തേന് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നമ്മുടെ ട്യൂബറിൽ മുളകൾ വരാൻ തുടങ്ങും. ഏകദേശം ദിവസങ്ങൾ മാത്രം മതി മുളകൾ വരാൻ വേണ്ടിയിട്ട്. നോക്കി, ഇതുപോലെ ആദ്യം മുളകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് കുറച്ച് മെച്ചൂർഡായത് നോക്കി ഇതുപോലെ വരും. ഇതുപോലെ വന്നതിന് ശേഷം പിന്നെയും ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ അത് ആ ഒരു മുളകൾ വലുതാവും. അങ്ങനെ കുറച്ചും കൂടെ വലുതാവും. അങ്ങനെ വലുതായി ഒരു പ്ലാന്റിൻ്റെ സൈസ് എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്യൂബർ മണ്ണ് നിറച്ച ടബിൽ കൊണ്ട് കുഴിച്ച് വെക്കുക. കുഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്ലാന്റ് ഇതുപോലെ കിട്ടും. ഏകദേശം ഈ ഒരു തൈ ഏകദേശം ഒരു 10-20 ദിവസം പ്രായമായ തൈയാണ്. ഇതിനിടയിൽ ട്യൂബറുണ്ട്. ഇനി നമ്മൾ ഈ ട്യൂബറിൽ നിന്ന് ഈ ഒരു ചെടീനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ട്യൂബറിൽ നിന്ന് ഈ ചെടി സെപ്പറേറ്റ് ചെയ്യാൻ പോകണം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു ചെടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അതിൻ്റെ ചെടിയും ട്യൂബറും രണ്ടായിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പം നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ട്യൂബർ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക. അടുത്ത സമയം നമുക്ക് 2-3 തൈകളായിരിക്കും ഈ ഒരു ട്യൂബറിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഫ്രഷ് ട്യൂബർ ആയതുകൊണ്ട് നമുക്കൊരു തൈയേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഈ തൈ ഇനി ടബിൽ കുഴിച്ച് വെക്കും. ട്യൂബർ അടുത്ത് വേറെ വെള്ളത്തിൽ നമ്മളിട്ട് വെക്കും. അപ്പം ട്യൂബർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പം 2-3 ദിവസം കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നമുക്ക് ഈ ഇതിനകത്തിരിക്കുന്ന എല്ലാം ട്യൂബർ പ്ലാന്റ്സ് ആട്ടോ. ഇതെല്ലാം ഇനി സെപ്പറേറ്റ് ചെയ്യാനുള്ള ട്യൂബേഴ്സാണ്. ഫ്രഷ് ട്യൂബേഴ്സ് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് മൊത്തം. ഞാൻ ഒന്നുകൂടി പറിച്ച് കാണിക്കാം. നോക്കിയേ, ഈ ഒരു സൈസിലുള്ള ട്യൂബർ, ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ്. ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ നോക്കി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇതിപ്പം നമുക്ക് തൈ സെപ്പറേറ്റ് ചെയ്യാനൊരു പരുവമായിട്ടില്ല. അപ്പം നമുക്ക് ഈ ട്യൂബേഴ്സ് എല്ലാം സെയിലിന് പോകും. നല്ല വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആയിരിക്കും നമുക്ക് ഇരിക്കുന്നത്. അപ്പം വെറും 80 രൂപ മാത്രമേ ഒരു ട്യൂബറിന് നമുക്ക് ആവുന്നുള്ളൂ. അപ്പം നമുക്ക് 8 ട്യൂബർ വേണ്ടവർ നമുക്ക് പെട്ടെന്ന് നമുക്ക് എൻക്വയറി തന്നോളൂ കേട്ടോ.